പ്രിയപ്പെട്ടവരെ, ഹിന്ദുത്വ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആലുവാമൊഴിക്കും ഇടവയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്തിരുന്ന വേണാട് എന്ന ചെറിയ നാട്ടുരാജ്യത്തെ വികസിപ്പിച്ച് കന്യാകുമാരി മുതൽ കൊച്ചി വരെ വ്യാപിച്ചു കിടക്കുന്ന തിരുവിതാംകൂർ രാജ്യമാക്കി മാറ്റിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു. ദക്ഷിണ ഭാരതത്തിലെ മറ്റേതൊരു രാജാവിനും അവകാശപ്പെടാനില്ലാത്ത നിരവധി ബഹുമതികൾ സ്വന്തമാക്കിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ചരിത്ര പഠിതാക്കൾക്ക് പ്രാധാന്യമുള്ളതാണ്. കിളിമാനൂർ കൊട്ടാരത്തിലെ രാഘവവർമ്മ വലിയ കോയി തമ്പുരാന്റെയും ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ കാർത്തിക തിരുനാൾ ഉമാറാണി തമ്പുരാട്ടിയുടെയും മകനായി 1706 അദ്ദേഹം ഭൂജാതനായത്. അദ്ദേഹത്തിന്റെ ജനന സമയത്ത് വേണാട് എന്ന ചെറു രാജ്യം ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ തന്നെ അമ്മാവനായ രാമവർമ്മ രാജാവ് ആയിരുന്നു. അന്നത്തെ സാമൂഹിക ക്രമമനുസരിച്ച് രാജാവിനെ നിയന്ത്രിച്ചിരുന്നത് 8 വീട്ടിൽ പിള്ളമാർ എന്ന് പ്രസിദ്ധരായ നായർ പ്രമാണിമാരായിരുന്നു. അക്കാലത്ത് വേണാട് രാജാക്കന്മാർക്ക് സ്വന്തമായി സൈന്യം ഇല്ലാതിരുന്നതിനാൽ രാജാവിന് ആവശ്യമുള്ളപ്പോൾ സൈന്യത്തെ നൽകിയിരുന്നത് 8 വീട്ടിൽ പിള്ളമാരായിരുന്നു എന്നതിനാൽ തന്നെ അവർക്ക് സാധാരണയിൽ കവിഞ്ഞ സ്വാധീനമായിരുന്നു ഭരണരംഗത്തുണ്ടായിരുന്നത്. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാടിന്റെ അടുത്ത രാജാവാകേണ്ടത് മാർത്താണ്ഡവർമ്മയായിരുന്നുവെങ്കിലും കോലത്ത് നാട്ടിൽ നിന്നും ദത്തെടുക്കപ്പെട്ട ഉമാറാണി തമ്പുരാട്ടിയുടെ മകനെ രാജാവായി അംഗീകരിക്കുവാൻ 8 വീട്ടിൽ പിള്ളമാർ തയ്യാറായില്ല. അതിനാൽ തന്നെ അവർ രാമവർമ്മ രാജയുടെ മക്കളായ പത്മനാഭൻ തമ്പിയെയും രാമൻ തമ്പിയെയും രാജാധികാരത്തിനായി പിന്തുണച്ചു. അതിനുവേണ്ടി 8 വീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിൽ മാർത്താണ്ഡവർമ്മയെ അപായപ്പെടുത്തുവാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത്. തുടർന്ന് 1729 രാമവർമ്മ രാജാവ് നാട് നീങ്ങിയതിനെ തുടർന്ന് മാർത്താണ്ഡവർമ്മ വേണാടിന്റെ രാജാവായി അധികാരമേറ്റു. കേവലം 23-ാം വയസ്സിൽ രാജാധികാരം ഏറ്റെടുത്ത മാർത്താണ്ഡവർമ്മ തന്റെ അധികാരം അരക്കിട്ടുറപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് തുടർന്ന് നടത്തിയത്. അദ്ദേഹത്തിനെതിരെ നീക്കം നടത്തിയ പത്മനാഭൻ തമ്പിയും രാമൻ തമ്പിയും വധിക്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധ 8 വീട്ടിൽ പിള്ളമാർക്ക് നേരെ തിരിഞ്ഞു. 8 വീട്ടിൽ പിള്ളമാരെ മുഴുവനും വധിക്കുകയും അവരുടെ തറവാടുകൾ കുളം തോണ്ടുകയും ചെയ്തു. അങ്ങനെ വേണാടിന്റെ ചരിത്രത്തിലാദ്യമായി നായർ പ്രമാണിമാരെ അമർച്ച ചെയ്യുകയും സർവ അധികാരങ്ങളും രാജാവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെയുള്ള കർശനമായ നടപടികളിലൂടെ വേണാട് രാജ്യത്തിൽ സർവശക്തനായി തീർന്നെങ്കിലും അദ്ദേഹം അതിൽ തൃപ്തനായില്ല. സമീപ രാജ്യങ്ങളെ കീഴടക്കി രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം. സ്വതന്ത്ര രാജ്യമല്ലെങ്കിലും പ്രത്യേക ഭരണാധികാരമുണ്ടായിരുന്ന ആറ്റിങ്ങലിനെ 1930 അദ്ദേഹം വേണാട് രാജ്യത്തിൽ ലയിപ്പിച്ചു. രാജാവായി കേവലം 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് 1931 അദ്ദേഹം വേണാടിന്റെ തന്നെ തായ് വഴിയായി അറിയപ്പെട്ടിരുന്ന ദേശിങ്ങനാട് എന്ന കൊല്ലം ആക്രമിച്ച് കീഴടക്കി. കൊല്ലം രാജാവിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും കോയിക്കൽ കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് കായംകുളം രാജാവ് തന്റെ ബന്ധുവായ കൊല്ലം രാജാവിനെ തിരുവനന്തപുരത്തു നിന്നും രക്ഷപ്പെടുത്തുകയും വീണ്ടും കൊല്ലത്തെ ഭരണാധികാരിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 1931 മാർത്താണ്ഡവർമ്മ കായംകുളം രാജ്യത്തെ ആക്രമിച്ചു. മാർത്താണ്ഡവർമ്മയ്ക്ക് കായംകുളത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കീഴടക്കുവാനായെങ്കിലും പൂർണ്ണമായും വിജയിക്കുവാൻ സാധിച്ചില്ല. മറുഭാഗത്ത് കായംകുളം രാജാവ് കൊച്ചി രാജാവിൻ്റെയും ഡച്ചുകാരുടെയും സഹായം തേടുകയും സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ 1741 മാർത്താണ്ഡവർമ്മ
ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന കൊട്ടാരക്കരയെയും കീഴടക്കി. കൊട്ടാരക്കരയെയും കായംകുളം രാജാവിനെയും മാർത്താണ്ഡവർമ്മയ്ക്കെതിരായ യുദ്ധങ്ങളിൽ സഹായിച്ചത് ഡച്ചുകാരായിരുന്നു. അതിനാൽ തന്നെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുടെ വ്യാപാര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ തുടങ്ങി. ഇതിൽ കുപിതരായ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രീലങ്കയിൽ നിന്നും സൈന്യത്തെ വരുത്തുകയും തെക്ക് ഭാഗത്ത് നിന്ന് തിരുവിതാംകൂറിനെ ആക്രമിക്കുകയും ചെയ്തു. കന്യാകുമാരി ഭാഗത്ത് ആക്രമണം നടത്തുകയും അവിടുത്തെ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് കോട്ട കെട്ടുകയും ചെയ്തതറിഞ്ഞ മാർത്താണ്ഡവർമ്മ അവിടേക്ക് പട നയിച്ചു. അങ്ങനെ കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചൽ എന്ന സ്ഥലത്ത് വച്ച് മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഏറ്റുമുട്ടി. ഘോരമായ യുദ്ധത്തിനൊടുവിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ ഡച്ചുകാർ കീഴടങ്ങി. 1741 നടന്ന കുളച്ചൽ യുദ്ധം ഭാരതത്തിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഏഷ്യയിലാദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ രാജാവ് എന്ന ബഹുമതി അങ്ങനെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് സ്വന്തമായി. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഡച്ചുകാരുടെ 25ഓളം സൈനികരെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തടവിലാക്കുകയും അവരുടെ ക്യാപ്റ്റനായിരുന്ന ഡിലനോയ് എന്ന വ്യക്തിയെ തിരുവിതാംകൂറിന്റെ സൈനിക പരിശീലനത്തിന്റെ ചുമതല നൽകുകയും ചെയ്തു. പിൽക്കാലത്ത് വലിയ കപ്പിത്താൻ എന്ന ബഹുമതി ലഭിച്ച ക്യാപ്റ്റൻ ഡിലനോയ് പിന്നീടുള്ള യുദ്ധങ്ങളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ വലം കൈയായി പ്രവർത്തിച്ചു. ഇതും ചരിത്രത്തിലെ പുതുമയാർന്ന ഒരു സംഭവമായിരുന്നു. കുളച്ചൽ യുദ്ധത്തോടുകൂടി ഡച്ചുകാരുടെ ശക്തി ഏതാണ്ട് പൂർണ്ണമായും ക്ഷയിച്ചു എന്ന് തന്നെ പറയാം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം വീണ്ടും മാർത്താണ്ഡവർമ്മയുടെ ശ്രദ്ധ കായംകുളത്തിലേക്ക് തിരിയുകയും അദ്ദേഹം കായംകുളം ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് 1742 കായംകുളത്തിനെ കൊണ്ട് മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ ഉടമ്പടി പ്രകാരം കായംകുളം രാജ്യം വേണാടിന്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയും പ്രതിവർഷം 1000 രൂപ കപ്പം കൊടുക്കുവാൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കായംകുളം രാജാവ് ഡച്ചുകാരുമായി ചേർന്ന് യുദ്ധത്തിനൊരുങ്ങിയതിനെ തുടർന്ന് 1746 പുറക്കാട് എന്ന സ്ഥലത്ത് വച്ച് കായംകുളം സൈന്യവും തിരുവിതാംകൂർ സൈന്യവുമായി ഏറ്റുമുട്ടുകയും അതിൽ കായംകുളത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ ഫലമായി 1746 കായംകുളം എന്ന ഓടനാട് രാജ്യം പൂർണ്ണമായും തിരുവിതാംകൂറിന്റെ ഭാഗമായി മാറി. ഇത്തരത്തിൽ സമീപങ്ങളിലുള്ള ചെറുതും വലുതുമായ നാട്ടുരാജ്യങ്ങളെ വേണാടിന്റെ ഭാഗമാക്കിയ ശേഷം 1950 മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ കുലദൈവമായ ശ്രീ പത്മനാഭസ്വാമിക്ക് അടിയറ വച്ചു. ഇങ്ങനെ തന്റെ രാജ്യവും രാജാധികാരവുമെല്ലാം ശ്രീ പത്മനാഭന് സമർപ്പിച്ചതിനെയാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. ഇതിനുശേഷം വേണാട് രാജ്യം തിരുവിതാംകൂർ എന്നറിയപ്പെടുകയും വേണാട് രാജാക്കന്മാർ ശ്രീ പത്മനാഭദാസന്മാരായി അറിയപ്പെടുകയും ചെയ്തു. അതിനുശേഷവും മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യവിസ്തൃതിക്കുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 1950 53 ഇടയ്ക്കുള്ള കാലങ്ങളിൽ അദ്ദേഹം വടക്കുംകൂറിന്റെ ഭാഗമായിരുന്ന കോട്ടയം, തെക്കുംകൂർ എന്നറിയപ്പെട്ടിരുന്ന ചങ്ങനാശ്ശേരി, ചെമ്പകശ്ശേരി അഥവാ അമ്പലപ്പുഴ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി. അതിനുശേഷം 1753 അദ്ദേഹം ഡച്ചുകാരുമായി മാവേലിക്കര സന്ധി ഒപ്പുവെച്ചു. ഇതുപ്രകാരം തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തങ്ങൾ ഇടപെടുകയില്ലെന്നും മഹാരാജാവിന് വിധേയമായി മാത്രം കച്ചവട കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്നും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിന് ഉറപ്പു നൽകി. മാർത്താണ്ഡവർമ്മയുടെ യുദ്ധങ്ങളിൽ അവസാനത്തേതെന്ന് പറയാവുന്നത് പുറക്കാട് യുദ്ധമാണ്. കോഴിക്കോടിന്റെ കൈവശമുണ്ടായിരുന്ന പുറക്കാട് അദ്ദേഹം ആക്രമിച്ച് കീഴടക്കുകയും കൊച്ചിയുമായി സൗഹൃദ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു.
ഇതേ തുടർന്ന് കന്യാകുമാരി മുതൽ കൊച്ചി വരെയുള്ള വിശാലമായ ഭൂപ്രദേശങ്ങൾ തിരുവിതാംകൂറിന്റെ ഭാഗമായി മാറി. അങ്ങനെ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യം ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും ശക്തവും സമ്പൽ സമൃദ്ധവുമായ രാജ്യമായി മാറി. മാർത്താണ്ഡവർമ്മ എന്ന മഹാരാജാവിന്റെ ബുദ്ധികൂർമ്മതയും ശക്തിയുമാണ് തിരുവിതാംകൂറിനെ സമ്പൽ സമൃദ്ധമാക്കിയത്. രാജാവിനെ നിയന്ത്രിച്ചിരുന്ന ജന്മിമാരെ അടിച്ചമർത്തിയതും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായി 50,000 പേരടങ്ങുന്ന നായർ സൈന്യത്തെ രൂപീകരിച്ചതും അതിന് ക്യാപ്റ്റൻ ദിലനോയിയെ പോലെയുള്ളവരുടെ സഹായത്താൽ മികച്ച പരിശീലനം നൽകിയതും രാജ്യത്തിനാകമാനം കൃഷിക്കും മറ്റുമായി നിരവധി അണക്കെട്ടുകൾ നിർമ്മിച്ചതും അദ്ദേഹത്തിന്റെ കാലത്താണ്. തന്റെ മുൻഗാമിയുടെ കാലത്ത് ക്ഷയോന്മുഖമായി കിടന്നിരുന്ന തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അതിഗംഭീരമായി പുതുക്കിപ്പണിതതും അവിടെ അനന്തപത്മനാഭന്റെ വിഗ്രഹം പുനർനിർമ്മിച്ചതുമെല്ലാം മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്തായിരുന്നു. ഇതുകൂടാതെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒറ്റക്കൽ മണ്ഡപം പണിതതും മുറജപം, ലക്ഷദീപം തുടങ്ങിയ ചടങ്ങുകൾ ആരംഭിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. അതുമാത്രമല്ല, പത്മനാഭപുരം കൊട്ടാരം, ആലപ്പുഴയിലെ കൃഷ്ണപുരം കൊട്ടാരം, കന്യാകുമാരി ജില്ലയിലെ വട്ടക്കോട്ട തുടങ്ങിയ പലതും അദ്ദേഹത്തിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട വാസ്തുവിസ്മയങ്ങളാണ്. ഇതുകൂടാതെ രാജ്യഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായി ദളവ എന്ന പേരിൽ മുഖ്യമന്ത്രിയെ നിയമിച്ചതും പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബജറ്റ് ആരംഭിച്ചതും അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളായിരുന്നു. ഇത്തരത്തിൽ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരേടായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലം എന്ന് പറയാം. ഇതിനിടയിൽ 1756 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തനും സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന രാമയ്യൻ ദളവ അന്തരിച്ചു. രാജാവാകുന്നതിലും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിലും യുദ്ധവിജയങ്ങളിലുമെല്ലാം തന്നോടൊപ്പം നിറഞ്ഞു നിന്ന രാമയ്യന്റെ മരണം അദ്ദേഹത്തെ മാനസികമായി തളർത്തി. തുടർന്ന് മനോവിഷമത്തിലായ അദ്ദേഹം 2 വർഷങ്ങൾക്ക് ശേഷം 1758 ജൂലൈ മാസം 7-ാം തീയതി നാടുനീങ്ങി. അതോടെ വേണാട് എന്ന കൊച്ചു രാജ്യത്തെ ദക്ഷിണ ഭാരതത്തിലെ പ്രമുഖ ശക്തിയായ തിരുവിതാംകൂർ ആക്കി വളർത്തിയ ക്രാന്തദർശിയായ ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്റെ കുലദൈവമായ അനന്തപത്മനാഭനിൽ ലയിച്ചു ചേർന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ പിൻഗാമികൾ തിരുവിതാംകൂറിനെ കെടാവിളക്കുപോലെ കാത്തു സൂക്ഷിച്ചു എന്നത് ചരിത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.